ശനിയാഴ്ച 10:30 മണിക്ക് കോട്ടയം ഹെവൻലി ഫീസ് സഭയുടെ ചുമതലയിൽ നിലയ്ക്കൽ ഓർത്തഡോക്സ് ചർച്ചിലെ പുതുപ്പള്ളിയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ഗൃഹപ്രവേശനം വരന്റെ വീട്ടിൽ നടത്തുവാൻ ഇന്ന് ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. പ്രിയ മാതാവ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. മണർകാട്ട് കർത്താവിനെ സേവിക്കുന്ന ഒരു നല്ല കുടുംബമാണ്. ഞാൻ വടവാതൂരാണ് പഠിച്ചത്. 70, 71, 72 എനിക്ക് മുൻപേ ഈ പ്രിയപ്പെട്ട പിതാവ് ആ സ്ഥാപനത്തിൽ പഠിച്ചു എന്ന് അറിയുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് മണർകാട് വടവാതൂർ. എനിക്ക് അവിടെ അല്പം സ്ഥലം വാങ്ങിപ്പാനും വീട് വെക്കാനും പറ്റാഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് വടവാതൂർ, മണർകാട്, പുതുപ്പള്ളി. ഞങ്ങൾ പ്രസംഗം പഠിച്ചത് കാരണം ഒരാശാരി ആദ്യം അപ്പൻ്റെ കൂടെ നടന്ന് ആശാരിപ്പണി പഠിക്കുന്നത് പോലെ ഉപദേശിപ്പണി പഠിച്ചത് മണർകാട് ജംഗ്ഷനിലാണ്. മണർകാട് ജംഗ്ഷനിൽ പരസ്യയോഗം നടത്തി. വടവാതൂര് അതുപോലുള്ള പ്രദേശങ്ങളിൽ 71, 72, 73 ഈ വർഷങ്ങളിൽ പഠിക്കുകയും പാസ്റ്റർ PM ഫിലിപ്പിനെ അറിയുന്നവർ ഒരു പക്ഷേ ഇവിടെ കണ്ടേക്കാം. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എടുത്തുകൊണ്ട് 1 വർഷക്കാലം കേരളമെമ്പാടും നടക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതെൻ്റെ ഒരു വലിയ ക്രെഡിറ്റായി, പ്രശംസയായി ഞാൻ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം അവരുടെയൊക്കെ കൂടെ നടക്കുവാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഈ നിലയിൽ എത്തിച്ചത് അങ്ങനെയുള്ള ആത്മീയരായിട്ടുള്ള മാതൃകയുള്ള സാക്ഷ്യമുള്ള ദൈവദാസന്മാരോട് നടന്നതിൻ്റെ മാത്രം മഹത്വമേ ഉള്ളൂ. വേറെ ഒരു പദവിയും പറയുവാനായിട്ടില്ല. അതുകൊണ്ട് മണർകാട്ടിൽ നിന്ന് ഒരു വിവാഹം, ഒരു നല്ല വരനെ കിട്ടിയതിൽ എനിക്ക് അല്പം അസൂയമുണ്ട്. അതിനകത്ത് പ്രയാസമൊന്നുമില്ല. എങ്കിലും കോട്ടയത്തിൽ നിന്ന് തന്നെ നല്ല ഒരു വിവാഹം നടക്കത്തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകരിച്ച ദൈവത്തിന് മഹത്വം കരയിക്കുകയാണ്. കുറി കൊടുക്കട്ടെ, കുറി വാങ്ങിക്കട്ടെ. സന്തോഷമുള്ളവരെല്ലാം കൈയടിച്ചത് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. താങ്ക് യു. ആത്മീയ ശുശ്രൂഷയാകിയാൽ ആത്മാർത്ഥമായി എല്ലാ വിഷയത്തിലും സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ ക്രമീകരിച്ച സമയത്തിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, പെന്തിക്കോസ്തുകാരുടെ വിവാഹം നീണ്ടുപോകും എന്ന് പറയുന്ന ഒരു പറച്ചിലുണ്ട്. അത് ഞങ്ങൾ ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് വലിയ നിർബന്ധമാണ്. കറക്റ്റ് 12:30 തന്നെ ശുശ്രൂഷ അവസാനിപ്പിക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. കേറ്ററിംഗുകാര് അവരുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്പീഡിൽ നിർത്തിയിട്ടും അവിടെ പോയി കുറേ നേരം നിൽക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഒരു 10-15 മിനിറ്റ് 12:30 തന്നെ വാക്കുകൾ അവസാനിപ്പിക്കും. അതിന് 2 കോരിന്ത്യർ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആകാശം മാറിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും. ഈ വചനത്തിന് യാതൊരു മാറ്റവും വരത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഞാൻ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും, ഞാൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഞാൻ ഇതിനെ തിരസ്കരിച്ചാലും ഞാൻ ഇതിനെ അംഗീകരിച്ചാലും ദൈവത്തിന് യാതൊരു വിഷയവുമില്ല. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തെ അനുസരിക്കുന്ന ആർക്കും ഒരു ദോഷവും വരത്തില്ല. ഈ ദൈവത്തെ മാനിക്കുന്ന ആർക്കും ഒരു ദോഷവും വരത്തില്ല. നിന്ദിക്കുന്നവർക്ക് ദോഷം വരുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എൻ്റെ അനുഭവത്തോട് ഞാൻ ചേർന്ന് പറയുന്നു, ഈ ദൈവവചനത്തെ മാനിച്ചതുകൊണ്ട് എനിക്ക് ദൈവം ഒരു ദോഷവും ചെയ്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ വലിപ്പമല്ല, എൻ്റെ കുടുംബശ്രേഷ്ഠയുടെ വലിപ്പമല്ല, ഞാൻ ഈ കർത്താവിന്റെ വചനത്തെ സ്നേഹിച്ച് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് ജീവിതത്തിൽ എനിക്കൊരിക്കലും അർഹിക്കാനൊക്കാത്ത, ഉദ്ദേശിക്കാനൊക്കാത്ത, ചിന്തിക്കാനൊക്കാത്ത ഒരുപാട് നന്മകൾ ദൈവം ചെയ്തു. ഓരോ ദിവസവും ഞാൻ ദൈവത്തോടെ താഴ്മയോടാണ് ജീവിക്കുന്നത്. കർത്താവേ, അവിടുത്തെ കൃപ മാത്രം എനിക്ക് മതി. നമ്മളിവിടെ വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ ചെയ്യുന്ന കാര്യം ദൈവവചന പ്രകാരമാണ്. വിവാഹ നിശ്ചയം ചെയ്തു എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് സത്യമാണെങ്കിൽ ഈ പച്ചാളം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രിയ വിവേകിന്റെയും പ്രിയ ജിഷമോടെയും വിവാഹ നിശ്ചയം നടക്കേണ്ടത് ദൈവവചന പ്രകാരം സത്യമാണ്. ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇമെയിലിൽ കൂടെ ഫീമെയിലിനെ പിടിച്ചോണ്ട് വരും. ഷോപ്പിംഗ് സെന്ററിൽ ചെന്നാൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, അപ്പനും അമ്മയും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ മോളെ കൊണ്ട് പോകും. കുറെ കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കൂടെ അടുത്തുകൂടെ നടക്കുമ്പോൾ അമ്മ ചോദിക്കും, ഇതാ അപ്പ ചോദിക്കും, എനിക്ക് ഇമെയിലിൽ കൂടെ കിട്ടിയ ഫീമെയിലാണ്. അതല്ല, ദൈവവചന പ്രകാരം നമ്മൾ വായിക്കുന്നു,
മാതാപിതാക്കന്മാർ, വേണ്ടപ്പെട്ടവർ, ഉത്തരവാദിത്വപ്പെട്ടവർ ആലോചിച്ച് ഉറപ്പിച്ച് അങ്ങനെ ദൈവ സഭയുടെ വചനപ്രകാരം, അത് ഏത് സഭയാണെന്നുള്ളതല്ല, ദൈവവചനപ്രകാരം നടത്തുന്ന വിവാഹം ഏറ്റവും മാന്യമായിരിക്കും. നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിന് പറയുന്നത് കുടുംബമെന്ന്. കുടുംബം ഇമ്പം, കുടുംബം ഭൂകമ്പമല്ല. ഇന്ന് പല ഭവനങ്ങളിലും ഇവിടുത്തെ വിട്ടിരിക്കുന്ന ആരുടെയും കാര്യമല്ല, നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്. കുടുംബം ഭൂകമ്പമാണ് നടക്കുന്നത്. വൈകുന്നേരം ഭർത്താവ് കയറി വരുന്നെന്ന് പറയുമ്പോൾ മക്കൾ ഒളിച്ചോടുന്ന എത്രയോ ഭവനങ്ങളുണ്ട്. മദ്യപിച്ചിട്ട് പറഞ്ഞു. കുടുംബം ഇമ്പമായിരിക്കണം. ഞാൻ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് 35 വർഷമായി. ഉപദേശിയായി ഇറങ്ങി പുറപ്പെട്ട 39 വർഷമായി. ഇന്ന് വരെ ദൈവം ഞങ്ങൾക്കൊരു ദോഷവും ചെയ്തില്ല. ഡിസംബർ 28-ാം തീയതി 1978 ഡിസംബർ 28-ാം തീയതി ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കല്യാണം കഴിഞ്ഞ് നേരെ വരുന്നത് തിരുനക്കര മൈതാനത്ത് നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനാണ് ഞങ്ങൾ ഹണിമൂണിനായി വരുന്നത്. ഞങ്ങളുടെ ഹണിമൂൺ 41 ദിവസം ഉപവാസമായിരുന്നു. പാമ്പാക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഉപവാസത്തോടുകൂടെ 40 ദിവസം ഒരു രോഗിക്ക് വേണ്ടി, ക്യാൻസർ രോഗിക്ക് വേണ്ടി 40 ദിവസം മുടങ്ങാതെയുള്ള പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ഹണിമൂൺ. ഞാൻ പറഞ്ഞത്, സുവിശേഷ വേലയിൽ ഇറങ്ങിയ ശേഷം ഉയർച്ചയുണ്ടായിട്ടുണ്ട്, താഴ്ചയുണ്ടായിട്ടുണ്ട്, അനുകൂല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെയും ദൈവം ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ആരംഭിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പരാജയത്തിലെത്തുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. അങ്ങനെ വന്നിക്കുന്നതാണ് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. ഈ 35 വർഷക്കാലം ഞാൻ കുടുംബജീവിതം നയിച്ചതിന്റെ പ്രധാന വിഷയമെന്ന് ഞാൻ മനസ്സിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. ഞാൻ പെന്തിക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ 12ാമത്തെ വയസ്സ് മുതൽ എന്റെ അമ്മ എനിക്ക് വെള്ളിയാഴ്ച രാവിലെ ഭക്ഷണം തരത്തില്ല. ഈ വചനത്തിന് ചേരാത്ത ഒരു വൃത്തികെട്ട കാര്യത്തിന് പോകാതെ എന്റെ ജീവിതം സൂക്ഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കഴിഞ്ഞ 4 മാസക്കാലം ഞാൻ വിദേശങ്ങളിലായിരുന്നു. ഞാൻ ബഹ്റൈനിൽ പോയി ഈ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടു, അവർക്ക് സന്തോഷമൊക്കെ അനുഭവിച്ചു. അങ്ങനെ ദൈവകൃപയാൽ ഈ വേദപുസ്തകം എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ നന്മ അനുഭവിക്കാനിടയായിട്ടുള്ളത്. സമയം കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ഒന്നിനും സമയം കിട്ടിയില്ലെങ്കിലും ദൈവ വചനം വായിക്കണം. നമുക്കറിയാമല്ലോ, ഡയാന രാജകുമാരിയുടെ കുടുംബജീവിതം തകർന്നുപോയി. പണമില്ലാഞ്ഞിട്ടല്ല, കാറില്ലാഞ്ഞിട്ടല്ല, കൊട്ടാരമില്ലാഞ്ഞിട്ടല്ല, എന്നാൽ കുടുംബജീവിതം തകർന്ന് തരിപ്പണമായി പോയതിന്റെ കാരണം നമുക്കറിയാം. പ്രാർത്ഥിക്കുന്ന കുടുംബം, പ്രത്യേകിച്ച് മണർകാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന അന്തരീക്ഷമുള്ള ഒരു സ്ഥലം, വളരെയധികം നല്ല ആത്മീയർ താമസിക്കുന്ന പുതുപ്പള്ളി, മണർകാട്, വടവാതൂർ എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള നല്ല അന്തരീക്ഷത്തിൽ ജനിച്ചു വന്ന വിവേകിനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ജിഷയെ സംബന്ധിച്ചോളം അവളും ഒരു പെന്തിക്കോസ്ത് കുടുംബത്തിൽ, ഞങ്ങളുടെ ഇവിടെ ഉള്ള സഭയ്ക്ക് ആ മാതാപിതാക്കന്മാർ, ആ കുടുംബം വളരെ വിലപ്പെട്ട ഒരു കുടുംബം തന്നെയാണ്. അതുകൊണ്ടുള്ള ബന്ധത്തിലാണ് അവർ കർത്താവിന്റെ കാര്യം നോക്കിയത് കൊണ്ടാണ് അവരുടെ കാര്യം കർത്താവ് നോക്കിയത്. കർത്താവിന്റെ കാര്യം നോക്കുന്ന ആരെയും കർത്താവ് ലജ്ജിപ്പിക്കത്തില്ല. നമ്മൾ ഈ ലോകത്തിലെ ഗവൺമെന്റിനെ സേവിച്ചാൽ 65, 55, 58 വയസ്സ് കഴിയുമ്പോൾ പെൻഷനായാൽ എല്ലാ മാസവും 5-ാം തീയതി ഇപ്പോൾ അക്കൗണ്ടിലേക്ക് രൂപ വരും. മറ്റേ പോസ്റ്റ്മാൻ വന്ന് ബെല്ലടിക്കും, മണി ഓർഡർ ഒപ്പിട്ടെടുക്കാൻ പറയും. അത് ഗവൺമെന്റ് ഓട്ടോമാറ്റിക്കാണ് നമുക്ക് തരുന്നതാണ്. മിലിറ്ററിയിൽ സേവനം ചെയ്തവരിവിടെ ഉണ്ട്, എയർഫോഴ്സിൽ സേവനം ചെയ്തവരിവിടെ ഉണ്ട്, ഹെഡ് മാസ്റ്റർമാരായി സേവനം ചെയ്തവരിവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കറക്റ്റ് 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഉള്ള പെൻഷൻ വന്ന് കയറുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ അത് വന്ന് അക്കൗണ്ടിൽ ബുക്കിൽ ചേരുമെന്നുണ്ടെങ്കിൽ, ഈ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച നീതി പ്രവർത്തികൾ മറന്നു കളയത്തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. പച്ചാളം സഭയുടെ ഞങ്ങളുടെ അവിടുത്തെയുള്ള ഹോളിന്റെ തൊട്ടടുത്ത വീടാണ് ഇവരുടെ വീട്. അവിടെ വരുന്ന ദൈവദാസന്മാരെ, അവിടെ വരുന്ന വിശ്വാസികളെ, VBSA സ്റ്റുഡൻസിനെ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും നിർലോഭമായി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ കൊടുക്കേണ്ട ആഹാരം ഒരുപക്ഷെങ്കിൽ ദൈവദാസന്മാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും.
ഞാൻ അവരുമായി പരിചയപ്പെട്ട ശേഷം മുഖസ്തുതിയായി പറയുകയല്ല, എന്റെ മാതാപിതാക്കന്മാരെന്നെ സ്നേഹിച്ചതുപോലെ ഇതിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ മുഖസ്തുതിയായിരിക്കും. എന്റെ മാതാപിതാക്കന്മാർ എന്നെ എങ്ങനെ സ്നേഹിച്ചോ, എന്നെ എങ്ങനെ ആദരിച്ചോ, അതുപോലെ എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ഭവനമായിട്ട് എനിക്ക് ദൈവവചനം ഉയർത്തി കൈവച്ചോണ്ട് പറയുവാനായിട്ട് കഴിയും. ദൈവത്തോട് കാണിച്ച നീതി പ്രവർത്തികളാണ്. അത് വിശ്വസിച്ച് ദൈവമൊക്കെ കരങ്ങൾ ഉയർന്ന ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ തൃശ്ശൂർ, കുന്നംകുളമൊക്കെ ഇവർ വന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? കഴിഞ്ഞ നാളുകളിൽ ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് അവരുടെ ശുശ്രൂഷ അനുഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് വിവേകിന്റെ പിതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അമ്മ നിത്യതയിൽ വിശ്രമിക്കുന്നു. അവർ ആ ദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി പുറപ്പെട്ടു. വിവേകിന്റെ ജ്യേഷ്ഠൻ ബഹ്റിനിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചു. സഹോദരി UK നിന്ന് കടന്നു വന്നു. അവരെല്ലാം ആത്മീയ പൈതൃകത്തിൽ പശ്ചാത്തലത്തിൽ വളരുവാൻ ദൈവമിടയാക്കിയത് കൊണ്ട് ഒരു നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലേക്ക് ജിഷയ്ക്ക് ചെല്ലുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു തന്നെ ഒരു നീതിയായി ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കട്ടെ. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ വധു മുൻപോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ, വരൻ മുൻപോട്ട് എന്ന് പറഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരെക്കാൾ നല്ല വരനെ സൂട്ടിട്ടുണ്ടോ വന്നത്? വേറെ സൂട്ടിട്ടവർ അവിടെ ആരുമില്ല. എന്നാൽ ആരും മുൻപോട്ട് വന്നില്ല. ധൈര്യത്തോടെ വിവേകാണ് മുൻപോട്ട് വന്നത്, ജിഷയാണ് മുൻപോട്ട് വന്നത്. ഇവിടെ എത്രയോ ചെറുപ്പക്കാരുണ്ടായിട്ട് വിവാഹ നിശ്ചയം ക്രമീകരണം ചെയ്തിരിക്കുന്ന വരൻ മുൻപോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ, വധു മുൻപോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുമാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണം വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വിവാഹത്തോടു കൂടിയാണ് ഈ വേദപുസ്തകം ആരംഭിക്കുന്നത്. മറ്റൊരു വിവാഹത്തോടു കൂടിയാണ് ദൈവവചനം അവസാനിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം വന്നു. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വീട്ടിൽ പറഞ്ഞു പോയോ എനിക്കറിയത്തില്ല, വന്നോന്ന് എനിക്കറിയത്തില്ല. 26-ാം തീയതി മാന്യമായ ശുശ്രൂഷ, അത് സ്വർഗ്ഗം ഇറങ്ങി വന്ന് നടത്തുന്ന ശുശ്രൂഷയാണ്. ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ദൈവം നടത്തിയ ശുശ്രൂഷ പോലെ ആ ശുശ്രൂഷ മാന്യമായി നടക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് വരേണ്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളും ആ 26-ാം തീയതി വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു ശുശ്രൂഷ, ഇത്രയും നല്ലൊരു ക്രമീകരണം ചെയ്തു തന്ന കർത്താവിന് മാനവും മഹത്വം അർപ്പിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കും വധുവരന്മാരാകാൻ പോകുന്നവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ കുന്നംകുളം IPCയിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്നെ ശാശ്വത തീരുമാനിച്ചോളം ബന്ധത്തിലേക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിരാശ തീരുമാനിച്ച 26-ാം തീയതി ശുശ്രൂഷ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് നടക്കുന്ന എല്ലാ ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിനായി നിങ്ങൾ അങ്ങോട് അപേക്ഷിക്കുന്നു. ഇന്ന് പകൽ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അതിനെ ശുശ്രൂഷയുടെ ദാസന അധികാരപ്പെടുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കേട്ട വചനത്തിന് മുമ്പായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് കുഞ്ഞാടിന്റെ കല്യാണം എന്ന് വരുന്നുവല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവെ അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവകൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് ആരും രക്ഷിക്കപ്പെട്ട് ദൈവസ്ഥയിൽ കടന്നുവരാൻ കഴിയാതെ മാറിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവെ നിത്യരാജന് അവകാശത്തിൽ ഒത്തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിയുക്ത വധുവരന്മാരെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ തുടർന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയും ഭംഗിയായി നടക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നടന്ന എല്ലാ ശുശ്രൂഷയോടും 26-ാം തീയതി നടക്കാൻ പോകുന്ന വിവാഹ ശുശ്രൂഷയോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരയിരിക്കുമാറാകണമേ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. मसीह बिना जीना बेकार है, वही मेरा जीवन आधार है। मसीह बिना जीना बेकार है, वही मेरा जीवन आधार है। जीना मसीहा मर्द लगता है, जीना मसीहा मर्द लगता है।
जीना मसीह का मरना पाए जीवन आधार है मसीह बिना मसीह बिना जीना बेकार है वही मेरा जीवन आधार है मसीह बिना जीना बेकार है वही मेरा जीवन आधार है मेरा काम है